ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലുള്ള കണ്ണപുരത്തുള്ളൊരു മാമ്പഴ ഫെസ്റ്റിവലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് നാട്ടുമാഞ്ചോട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് മാങ്ങകളെ പരിചയപ്പെടാനുണ്ട്. ഇത് 7 വർഷമായി നമ്മുടെ ഷൈജോങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഒരു പരിപാടിയാണ്. കേരളം, പിന്നെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ ഒരുപാട് മാങ്ങാപ്രേമികളുണ്ട്. അവരെല്ലാം കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് മാങ്ങകളെ പറ്റി പരിചയപ്പെടാനുണ്ട്. 150 പരം മാങ്ങകളാണ് ഇന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങകൾ പ്രദർശിപ്പിച്ച് കാണാനും അതിനെപ്പറ്റി പരിചയപ്പെടാനും തുടങ്ങാം. മിനിസ്റ്റർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹോണർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് നമ്മൾ അതിനകത്ത് ഇടും. ഈ ചെയ്യുന്നതിനിടയിൽ ബ്രേക്ക് ഇടും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് തുടരും. താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് പോകാം. കാരണം ഇതൊരു ടെക്നിക്കൽ ആക്ടിവിറ്റി കൂടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓൾറെഡി യു ടേസ്റ്റ് ഇതിൻ്റെ ബ്രിക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്ലേറ്റ് കൂടി അതിന് ചെറിയ ജസ്റ്റ് ടേസ്റ്റ് ഒരു 2-3 കൊടുത്തരാം. എടുക്കാൻ വിചാരിച്ചതാണ്. ഇത് ലോക്കൽ വെറൈറ്റി ഏറ്റവും ഐഡന്റിഫൈ ചെയ്ത ഒരു സാധനം. സാധാരണ നല്ല കമേഴ്ഷ്യൽ മാങ്ങകളെല്ലാം കാണുന്ന ഒരു കാര്യമാണ്. കർണാടകയുണ്ട്. ബാബു പറഞ്ഞുണ്ട് തിരുവനന്തപുരത്താണ്. ഇത് ഒരു മാംഗോ ലവേഴ്സിൻ്റെ ഒരു ഒത്തുചേരലാണ്, വാർഷിക ഒത്തുചേരലാണ്. ഇത് 8ാമത്തെ തവണയുള്ള ഒത്തുചേരലാണ്. ഇവിടെ ഇപ്പം കൂടിയിരിക്കുന്നത് സൗത്ത് കർണാടകയിൽ നിന്നുള്ള ആൾക്കാർ, നോർത്ത് കർണാടകയിലുള്ള ആൾക്കാർ, പിന്നെ ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. ഹീസ് ഫ്രം USA. ഈ മാങ്ങ തിന്നണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ മാത്രം വന്ന ആളാണ് ഇതിനെ പരിചയപ്പെടുന്നുള്ളത്. പിന്നെ ഓൾ ഓവർ കേരളയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ഇതിൽ സയൻറ്റിസ്റ്റുകളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, മാങ്ങയുടെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, കൃഷിക്കാരെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം കൂടി ഒരു വലിയ ഒരു കൂട്ടായ്മയാണിത്. പക്ഷേ ഔപചാരികതകൾ വളരെ കുറവുള്ള, എന്നാൽ ടെക്നിക്കലി ഭയങ്കരമായിട്ട് താല്പര്യത്തോടുകൂടി ചെയ്യുന്ന ഒരു ടീമാണിത്. ക്യാരക്ടറൈസേഷൻ ചെയ്യാമെന്നാണ് ഇത് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിൻ്റെ എല്ലാം ഇനങ്ങളെ ഒന്ന് പഠിക്കുക, അതിൻ്റെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഇതിൽ കുറച്ച് ആളുകളായിട്ട് ചെയ്യുന്ന, ഈ ഫീൽഡിൽ നന്നായിട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരാൾ, ഇത് നമ്മൾ ആദരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിൽ ഒരാൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മനോഹർ ഉപാധ്യായ. ഒന്ന് എഴുന്നേക്കാമോ? അദ്ദേഹം ഒരു 400ഓളം നാടൻ മാവുകൾ കൺസർവ് ചെയ്ത ഒരാളാണ്. കർണാടകയാണ്. ഡോക്ടർ മനോഹർ ഉപാധ്യായ. മനോഹർ ഉപാധ്യായ 4 വർഷമായിട്ട് ഇവിടെ നമ്മുടെ ക്യാമ്പിൽ വരുന്ന ആളാണ്. ഇവിടുന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി അവിടെ അങ്ങനെ ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത്. അത് നമുക്കുള്ള ഹോണറാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ട് ഓണർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ജോയ് ഏട്ടൻ, 80 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം 100ഓളം മാവുകൾ കുട്ടനാട്ടിലെ ബണ്ടിൽ നട്ട് കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളിങ്ങനെയുള്ള ഈ കൂട്ടായ്മയിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സീനിയറായ നമ്മളെ പയനിയറാണ് ജോയേട്ടൻ. ജോയേട്ടൻ നമ്മൾ ആദരിക്കുകയാണ്. രണ്ടാമത് ഇത് നമ്മൾ ഫാർമേഴ്സിൻ്റെയും ഇങ്ങനെയുള്ള മാംഗോ എന്തൂസിയാസ്റ്റിൻ്റെയും, അതുപോലെ തന്നെ ജോയേട്ടൻ്റെ ഇരിക്കുക, ടെക്നിക്കലി ചെയ്യാൻ പറ്റുന്ന ആളുകളും കൂടി ചേർന്നാൽ മാത്രമേ ഏത് വർക്കും സക്സസ്ഫുൾ ആവുള്ളൂ. അങ്ങനെ ടെക്നിക്കലി നമ്മൾ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള NBPJRലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോസഫ് ജോൺ സാറ്, അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൽ ഞാൻ ഒരു ക്ഷമാപണത്തോടു കൂടി ഒരു കാര്യം സാറോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, അതിൽ 2 പേർക്ക് ഫ്ലൈറ്റിന് പോകണം, ആന്ധ്രയിൽ നിന്ന് വന്നവർക്ക്. അവർക്ക് ആദ്യം ഒരു മാവ് കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് ആദരിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ആദരവിലേക്ക് പോകാൻ തോന്നുന്നു. എല്ലാവരുടെയും ഒരു റിക്വസ്റ്റോട് കൂടി ഞാൻ ചെയ്യുകയാണ്. ആദ്യം അതിന് ശേഷം ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, പിന്നെ സമയമുണ്ട്. 2 പേരും വരും. അതീതമായ ഈ കൂട്ടായ്മ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തെല്ലാം പരിപാടിയാണെന്ന് പറയാൻ അറിയിക്കാനും കഴിയില്ല. പക്ഷേ ഈ മാങ്ങകളുടെ ലോകം
മാവിൻ കൂട്ടത്തിൻ്റെ ലോകം ഇങ്ങനെ ഒരു സമന്വയിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ മാങ്ങയുടെ ലോകം ആസ്വദിക്കാനും രുചിക്കാനും കഴിയുന്ന ഒരു സംഗമീയത സംഘടിപ്പിച്ച സംഘാടകന്മാരെയും സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായും അഭിവാദനം ചെയ്യാണ് അഭിനന്ദിക്കാം. നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പറയുന്ന പോലെ നമ്മൾ ഇതിനെ കാരക്ടറൈസ് ചെയ്യുമ്പോൾ ഈ ലൊറാൻഡസ് പ്രോബ്ലം ഇല്ലാത്ത പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കാൻഡിഡേറ്റ്സ് നമ്മുടെ നാടൻ ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ്. പെരനിയൽസിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഈ ഇൻഡിജിനസ് റിസോഴ്സ് കൺസർവേഷൻ ത്രൂ ദ ക്യാമ്പയിൻ ഓൾറെഡി നാട്ടുമാനത്തിൽ ഇത്തരത്തിലുള്ള പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്ഫ്ലൈയുള്ള മാവിന് റൈപ്പണിങ് ടെക്നോളജികൾ പ്രിവെൻഷൻസും നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്നാണ് all the participants who are availed this program for identifying and experiencing the different tastes of India. Like the next coming year is that we are trying to protect these varieties under PPFR because the Kotrukkan also many varieties are. I don't think that these varieties are protected by PPFR Act. So that has to be taken care of by protecting the varieties in the farmers field. സാധ്യതയുള്ള ഒരു വെറൈറ്റിയാണ് ഈ സാധനം. ഇത് എല്ലാവർക്കും ഓരോന്ന് കഴിക്കാനുണ്ട്. അത് നമുക്ക് മിനിസ്റ്റർ വന്ന സമയത്ത് ഓരോന്ന് കഴിക്കാം. ഇപ്പം ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ തരുന്നില്ല, വന്നതിന് ശേഷം എല്ലാവർക്കും കഴിക്കാം. ജസ്റ്റ് ഒരു TSS ചെക്ക് ചെയ്യാം. ഒന്ന് ഇവർ മാത്രം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യും, കടിച്ചു രണ്ടാൾ കഴിക്കും. മഞ്ഞപ്പഞ്ചാര point out so many activities to conserve those such varieties. That's all. I think Natamanjoti can do a lot of things along with the support from MBPGR, KU, KVK, ICR system and PPR. So we can work jointly to have these type of activities. Another request is that the local self-government and the LSDB program, this has to be one of the most important program on every LSDB activity. 20 bricks അതിൽ കാണിക്കുന്നുണ്ട്. Plan because I think the funding from biodiversity board can also be explored for this type of. കടന്നപ്പള്ളി അവർ ഇങ്ങനെ ഒരു പരിപാടിക്ക് കാലാകാലങ്ങളായി നേതൃത്വം കൊടുക്കുന്ന ഷൈജു ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ നാട്ടറിവുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് നമുക്കിതിന്ന് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ ആന്ധ്രയിലെ ഒരു കൺസർവേറ്ററാണ്. അടുത്ത നൈസാമിൻ്റെ പാലസിലുള്ള കുറേ വെറൈറ്റി ഒക്കെ പുള്ളിയുടെ കയ്യിൽ കൺസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കർണാടക ഒരു മാവ് കൊടുത്ത് നമ്മൾ ആദരിക്കുന്നുണ്ട്. ആർജി മാഷ് വാ, അങ്ങനെയുള്ള മറ്റൊരു ഫാർമറാണ് ആർജി മാഷ് കേട്ടോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ
തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഇതിൽ കൺസർവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബിജു. അടുത്ത നമ്മൾ ഇതിൽ പിന്നെ സർസൈദ് കോളേജിലെ കുട്ടികൾ പിന്നെ എല്ലാരും ഒന്ന് ടച്ച് ചെയ്താ ഒന്നിച്ചതാ ആ മതി മതി തൊട്ടാ മതി. നമ്മളൊരു മാങ്ങ തിന്നാനായിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യല്ലേ? അടിപൊളി. എന്താ ഷാഫി വന്നിട്ട് നഷ്ടമായിട്ടില്ലല്ലോ.